ഇടുക്കി കുമാരമംഗലം നരക്കുഴിയിൽ കാറിന് തീപിടിച്ച ഒരാൾ മരിച്ചു. സിബി എരപ്പനാൽ എന്നയാളാണ് മരിച്ചത്. റോഡിൽ നിന്നും വാഹനം പറമ്പിലേക്ക് ഒതുക്കിയിട്ട നിലയിലാണ് കണ്ടെത്തിയത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? ആത്മഹത്യയാണോ അതോ കാർ കത്തിയപ്പോൾ അതിൽ പെട്ടുപോയതാണോ? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഭാരത തീർച്ചയായിട്ടും അത്തരത്തിലൊരു ദുരൂഹതയാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. കാരണം ഈ സിബിയുടെ വീടിൽ നിന്ന് 4 കിലോമീറ്റർ മാറിയാണ് ഇത്തരത്തിൽ കാറ് സ്വകാര്യ വ്യക്തിയുടെ ഒരു ഗേറ്റിന് മുൻപിൽ പാർക്ക് ചെയ്ത രീതിയിൽ കാർ കണ്ടെത്തിയത്. ഈ കാറിലാണ് ഇത്തരത്തിൽ തീപിടിച്ച് അതിദാരുണമായ സിബി മരണപ്പെട്ടത്. എങ്ങനെയാണ് ഇത്തരത്തിൽ കാറിലേക്ക് തീ പടർന്നത്? അല്ലെങ്കിൽ പെട്രോളോ എന്തെങ്കിലും തീ പടരാവുന്ന എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി വാഹനത്തിൽ വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങളും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ആത്മഹത്യ അല്ലെന്നാണ് തന്നെയാണ് പലരും പറയുന്നത്. ഈ സിബിയുടെ കുട്ടികളടക്കം പറയുന്നത് യാതൊരു പ്രശ്നവുമില്ല. രാവിലെ സാധനം വാങ്ങാൻ തന്നെയാണ് ഈ സിബി പോയതും. തിരികെ ഈ സിബി തിരികെ വരുന്നത് നിരവധി ആളുകൾ കണ്ടതാണ്. ഏതായാലും ഈ വീടിനോടുള്ള ഏകദേശം 4 കിലോമീറ്റർ മാറിയാണ് ഇത്തരത്തിലൊരു വലിയൊരു തീപിടുത്തം ഉണ്ടായത്. ഏതായാലും ഫോറൻസിക് വിദഗ്ധരെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. ഏതായാലും എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും ഈ പല വാഹനങ്ങളും ഓടുന്നതിനിടയിൽ തീപിടുത്തം ഉണ്ടാകുന്നത് കൂടുതലായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് ആദ്യമായാണ് ഈ പാർക്ക് ചെയ്ത കാർ പാർക്ക് ചെയ്ത രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇതിലെങ്ങനെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായെന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. ഏതായാലും അത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ ഫോറൻസിക് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നത്. ഏതായാലും ആത്മഹത്യ ആണോ അല്ലെങ്കിൽ എന്തായിരിക്കാം ഒരു മരണ കാരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, ഇതെല്ലാം തന്നെ കൃത്യമായി ഒരു ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഫോറൻസിക് വിദഗ്ധർ എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അതോടൊപ്പം തന്നെ മൃതദേഹം തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളും എല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ കാർ നിർത്തിയിട്ടിരിക്കുന്ന പ്രദേശത്ത് മറ്റു വീടുകളോ സ്ഥാപനങ്ങളോ ഒന്നുമില്ല? അത് ഒറ്റപ്പെട്ട സ്ഥലത്താണോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്? ഈ ദൃശ്യം ആദ്യം കണ്ടതാരാണ്? തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ദുരൂഹത തന്നെയാണ്. കാരണം ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു തോട്ടത്തിലാണ്, ഇത്തരത്തിൽ കവാടത്തിന് മുൻപിലാണ് ഈ കാറ് പാർക്ക് ചെയ്ത രീതിയിൽ നിൽക്കുന്നത്. റോഡിൽ നിന്ന് മാറി കൃത്യമായി കാറ് പാർക്ക് ചെയ്ത ശേഷമാണ് ഇത്തരത്തിലൊരു തീ വിപത്ത് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതുവഴി എത്തിയ പരിസരവാസികളാണ് പെട്ടെന്ന് ഈ കാറ് തീയിടുന്നത് കണ്ടത്. ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചിറക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രദേശവാസികളും സ്ഥലത്തെത്തി തീയണയ്ക്കുന്നതിൽ ഏർപ്പെട്ടു. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഏതായാലും ഇതൊക്കെ തന്നെയാണ് ഒരു ദുരൂഹതയായിട്ട് ബാക്കി നിൽക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ വാഹനം ഈ സ്ഥലത്ത് പാർക്ക് ചെയ്തതും എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതും ഇതെല്ലാം തന്നെ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഈ ഉദ്യോഗസ്ഥർ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയും എല്ലാം തന്നെ കൃത്യമായി നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം നടത്തിയ ശേഷമായിരിക്കും ഇതിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുക. ശരി, ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.